വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഈദ് മിലാദ് കൊണ്ടല്ലേ ഖുർആനിൽ തേടി തേടിത്ത് ഉത്തര കിട്ടാണ്ടാകുമ്പോൾ, ഹദീസിൽ തേടി തേടിത്ത് ഉത്തര കിട്ടാണ്ടാകുമ്പോൾ, ഇജ്മാഉം ഖിയാസറോ പിന്തുണ ഇല്ലാണ്ടാകുമ്പോൾ, മുസ്ലിയാക്കന്മാരോ കൂട്ടമേ ചില ആൾമാർ ഇംഗ്ലീഷിൽ 1 മിനിറ്റ് ഷോർട്ട് ക്ലിപ്പാക്കിയിട്ട് ഫോർവേഡ് ആക്കറോ, ചില മുസ്ലിയാർ ബ്യാരിൽ, ചില മുസ്ലിയാർ മലയാളത്തിൽ, ഇങ്ങനെ എല്ലാ മൈലാക്കന്മാരും പ്രയത്നാക്കിയിട്ടുള്ളത്. കാരണം ഇങ്ങനെ തലതൊട്ടപ്പന്മാർ തേടി തേടിത്ത് ഉത്തര കിട്ടിയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ചില മറപ്പെട്ടു. അങ്ങനെ എനിക്ക് ഒരു അന്തിമ ഇങ്ങനെ പ്രയത്നത്തിൽ കിട്ടിയതായി എനിക്കൊരു പിടിവലി എത്തിക്കറ്. മുർഷിദിൽ ഒരു മാഗസീനിൽ ഒരു ആർട്ടിക്കൽ എത്തിക്കറ്. പണ്ട് കാലത്ത് സലഫിനെ ഈദ് മിലാദ് ആക്കിറാറുണ്ട്. അത് ഖുർആനും സുന്നത്താ. സലഫിങ് ഒരു സമയ ആക്കിണ്ടെങ്കിൽ ഞങ്ങൾ കണ്ണു ചുമ്മയിത്ത് സ്വീകരിക്കരാ ചൊಂತ ആരെങ്കിലും വിചാരിച്ചിറാ. നിങ്ങ ಮೇಲೆ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളൂ നാല് മതപര പണ്ഡിതന്മാരെ കണ്ടി ಯಾರಾയിരുന്നു ನಿಂಕ ಚೊಂತು നിങ്ങൾ ഞങ്ങളോട്ടിಗೆ ಕೇಳಿರಲಿಲ್ಲ. എന്ത് പണ്ഡിതന്മാരെ ചില പൽക്കത്തെ എടുക്കുക, ചില പൽക്കത്തെ നിങ്ങൾ ಬಿಡ್ರ. കാരണം അത് അങ്ങനെ മേയിത്തിക്കറ് പണ്ഡിതന്മാരെ നമുക്ക് പരിപാടിയോ. പണ്ട് കാലത്ത് സലഫിങ് ഒരു സമയം അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ആരും ആക്കിയിട്ടില്ല. അത് സമാൻ ആയിത്തുണ്ടെങ്കിൽ ആക്കുന്നില്ലല്ലേ. എന്തേ ആക്കാത്തോ? അത് സമല്ല, ಅದಕ್ಕೆ ದಲೀಲಿಲ್ಲ ಚೊಂತು മനസ്സിലാക്കിതാ ಮಾತ್ರ ಬಿಟ್ಟಾರು. ഞങ്ങളോ ഇപ്പോഴത്തെ നിലപാട് അതേ എത്തിക്കറ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പൽക്ക ചെല്ലുறதுக்கு പ്രമാണബദ്ധമായിട്ട് ഞങ്ങളെ പൽക്ക എതിരുണ്ടായി ഞങ്ങളെ പൽക്കത്തെ കൊടുക്കും ഞങ്ങൾ തയ്യാറുള്ള. ഞങ്ങൾ ഒന്നും ആക്കാത്തത് പ്രമാണബദ്ധമായിട്ട് തെളിയിച്ചിട്ടുണ്ടായി അതിന് മേലിൽ ആക്കും ഞങ്ങൾ തയ്യാറുള്ള. ഇനി നിങ്ങളുടെ തലതൊട്ടപ്പില്ലേ എ പി അബൂബക്കർ മുസ്ലിയാർ തൻ്റെ സിറാജിൽ 1990 കൊടുത്തതായ ഒരു ലേഖനം എത്തിക്കുക, ഒരു എന്താ സ്റ്റേറ്റ്മെന്റ് എത്തിക്കറ്. അതെന്തോ ഖുർആനിനും സുന്നത്തിനും മാത്രമേ ഒരിക്കലും തെറ്റ് പറ്റാതിരിക്കുകയുള്ളൂ എന്നതാണ് സത്യപ്രസ്ഥാനക്കാരുടെ വീക്ഷണം. 6 നേരായ മാർഗത്തിലുള്ള അങ്ങനെ വീക്ഷണം എന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തിലും ഒരിക്കലും തെറ്റ് പറ്റില്ല, തപ്പ് സംഭവിക്കില്ല. അതുകൊണ്ട് പാപസുരക്ഷിതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെയുള്ള മറ്റു ഇമാമുകളുടെ അഭിപ്രായങ്ങളിൽ സ്വീകരിക്കുന്നതും യോജിക്കുന്നതും അനുഗമിക്കാനും അനുസരിക്കാനും അനുയോജ്യമായതും ബന്ധപ്പെട്ടതുമാണ്. അപ്പൊ അയ്യനെന്തൊരു ചൊല്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായ വിട്ടിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത വേറെ ആളുമാരെ അഭിപ്രായത്തിൽ ഒഴിവാക്കേണ്ടതും ഉണ്ടായേക്കാം ചൊന്തു ചൊല്ലു. അങ്ങനെ പൽക്കത്തിൽ എടുക്കരുത് ഇക്കറ് വിടുന്നതും ഉണ്ട്. അതേയല്ലേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കാട്ടി ചെന്നു. എന്ത് ചെന്നു? ഈ ലോകത്തിലുള്ള എല്ലാവരും പൽക്കും എടുക്കു കുയിക്കറ് ബുഡു കുയിക്കറ്. ഞങ്ങൾ ഈ എ പി അബൂബക്കർ മുസ്ലിയാരുടെ പൽക്ക ഹുറാഫിയായ മുസ്ലിയാർ ചൊന്നത് കൊണ്ട് തള്ള സ്വീകരിക്കൂ. കാരണം അത്ര ഗാന്തി നല്ല ഇഖ്ലാസോട് കൂടി ജീവിച്ചതായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉണ്ട് ചെന്നത്. എല്ലാ ദുനിയാവിലും വെച്ചിട്ട് എല്ലാ ആളുമാരെ പൽക്കത്തിൽ എടുക്കുന്നതും വിടുന്നതും ഉണ്ട്. ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർക്ക് കൈ കാട്ടിട്ട് ചൊല്ലു. നിങ്ങൾക്ക് മനസ്സിലാവുക? അപ്പൊ മുർഷിദ് ഐത്തിക്കറ് ഈ മൈലാർ തൻ്റെ ക്ലിപ്പിൽ ചൊല്ലു ഇർഷാദ് ഉണ്ട്. ഇംഗ്ലീഷിൽ ചൊല്ലുമ്പോൾ ഇർഷാദ് ചൊല്ലു. അത് ഇർഷാദ് ഉള്ളത് അത് ആക്ച്വലി അത് മാഗസിൻ്റെ പേര് മുർഷിദ് ഉണ്ട് ഐത്തിക്കറ്. മുർഷിദ് ചൊന്തുള്ള മാഗസീനിൽ ഐത്തിക്കറ് ಬಂದಿದ್ದಾയ ഒരു ആർട്ടിക്കൽ. അപ്പോൾ ആ ആർട്ടിക്കൽ നിങ്ങൾക്ക് ദലീലല്ല. അത് ഞങ്ങളുടെ കൂട്ടത്തങ്ങ് ചൊന്നെങ്കിലും ദലീലാക്കുക ആവില്ല. ആ റൈത്തിക്കറ് അത് ദലീലാക്കാൻ ചൊല്ലുള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലും ചൊന്നറാ ഖുർആനും സുന്നത്തുക്ക് ഒരു സമയ ഖുർആൻ സുന്നത്ത് യോജിക്കാത്തോ ഒരു പൽക്ക സലഫിങ്ങ ചൊന്നിട്ട് അത് ഐത്തിക്കറ് ദീൻ ദലീൽ ചൊന്തു ഏതെങ്കിലും ഒരു സലഫി എവിടെയെങ്കിലും ചൊന്നതുണ്ട്. അപ്പോൾ എന്തിനൊക്കെ കബലിപ്പിക്കുക ആൾമാറും.